എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകൃഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചരിക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ ദർശിക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. അതിനെ മറക്കാതെ ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉളവാകുന്നതാണ്. പക്ഷേ ഇതൊന്നും ഉപാസനകൾ കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്ര ആചാര രീതികളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല പത്നി, അല്ലെങ്കിൽ നല്ല വരൻ, അല്ലെങ്കിൽ നല്ലൊരു ജോലി, അതുമല്ലെങ്കിൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ജോലിയിലുള്ള വേതനം വർദ്ധിക്കുക. അതുപോലെ നമ്മുടെ അഭിഷ്ടങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് നിങ്ങൾ മനസ്സുകൊണ്ട് കാണുക. മനസ്സുകൊണ്ട് കാണുക എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു ആത്മസമർപ്പണമാണ്. എന്നിട്ട് ചെയ്യേണ്ടുന്നത് ഇത്രമാത്രം: കന്നിമേൽ ബാലമുരുകസ്വാമിയെ മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കുക. മുഴുവൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ശ്രമിക്കുക. കന്നിമേൽ ബാലമുരുക സ്വാമിയെ മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെ ബാലകുമരനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു അഭിഷ്ടമായ കാര്യം നടന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ സന്നിധിയിലെത്തി വേൽ സമർപ്പിച്ച് പഴറ്റിപ്പായസം നേർച്ചയായി ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം എന്ന് സങ്കല്പിക്കുക. ഈ ഒരു 2 വഴിപാട് ചിലവ് വരുന്നത് ഒരു 400 രൂപ. അതിനനുസൃതമായിട്ടുള്ള ഒരു വഴിപാടാണ്, നമ്മളുടെ ജീവിതത്തിനനുസൃതമായിട്ടുള്ള ഒരു വഴിപാടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ കണ്ടുകൊണ്ട് ഈ അഭിഷ്ടം അങ്ങോട്ട് വിചാരിക്കുക. കാര്യം നടന്നു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, കന്നിമേൽ ബാലമുരുകസന്നിധിയിൽ എത്തി ഈ വഴിപാടുകൾ അനുഷ്ഠിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രാതിനിധ്യം എന്താണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ കുമരൻ, അതുമല്ലെങ്കിൽ സ്കന്ദൻ, അല്ലെങ്കിൽ ഗുഹൻ, അല്ലെങ്കിൽ ഇന്ദ്രസേനൻ എന്നീ നാമധേയങ്ങളിലൊക്കെ അറിയപ്പെടുന്ന ഭഗവാന്റെ ബാലസ്വരൂപമാണ് കന്നിമേലിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. അത് ആധ്യാത്മിക തലത്തിൽ ഒരു ആചാര്യൻ, അത്രയധികം ശ്രദ്ധയാർജിച്ച ഒരു വ്യക്തി, അദ്ദേഹം മുരുകനെ പ്രാണയാമ ക്രിയാഭാവത്തിലൂടെ മനസ്സിൽ ആരാധിച്ച് പിന്നീട് മുരുക പൂജനം തുടങ്ങി ബാലമുരുകനായിട്ട് സങ്കല്പിച്ച് പ്രതിഷ്ഠ ചെയ്തു. ആ പ്രതിഷ്ഠയിൽ ഭഗവാൻ ആടി വിളയാടി നിൽക്കുന്ന സന്നിധിയാണ് കന്നിമേൽ മുരുകസ്വാമി ക്ഷേത്രം. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തരിലും ഭഗവാന്റെ പ്രസാദം ലഭ്യമാകണുണ്ട്. യഥേഷ്ട സജ്ജനങ്ങളാണ് ആ ക്ഷേത്ര ശബ്ദത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, നമ്മൾ എന്താണോ ആഗ്രഹിക്കണത് ആ ആഗ്രഹം അങ്ങോട്ട് പറയുക. ഭഗവാനെ അങ്ങോട്ട് മനസ്സിൽ കാണുക, ബാലമുരുകനെ അങ്ങോട്ട് മനസ്സിൽ കാണുക. ബാലമുരുകനെ മനസ്സിൽ കണ്ടുകൊണ്ട് അഭിഷ്ടം അങ്ങോട്ട് പറയുക. എന്നിട്ടൊരു വേല് സമർപ്പിക്കുക. അതേപോലെ പഴറ്റിപ്പായസം ഭഗവാന് സമർപ്പിക്കാം എന്ന് സങ്കല്പിക്കുക. പിന്നെ യഥാശക്തി നിങ്ങൾക്ക്
നല്ല നല്ല സൗഭാഗ്യങ്ങൾ ഭഗവാൻ തരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള നേർച്ചകളും അനുഷ്ഠിക്കണം. അന്നേരം ദക്ഷിണാരാധ്യാം എന്ന ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായിട്ടുള്ള ദക്ഷിണയാണ്. അതിന് കൊടുക്കുന്നവനും മേടിക്കുന്നവനും തൃപ്തികരമായിരിക്കണം, സാമാന്യ ഭാവത്തിൽ. അന്നേരം രാവിലെ മുതൽ പറമ്പ് കിളപ്പിച്ചിട്ട് അവന് 100 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തിയാകുമോ? ഇല്ല. അന്നേരം ഒരു ദിവസത്തെ വേതനം, അന്നേരം ആ വേതനം നമുക്കും അതേപോലെ ലഭ്യമാകുന്നതാണ്. അന്നേരം നമുക്ക് എത്രത്തോളമായിട്ടുള്ള അഭിഷ്ടമാണോ സാധിച്ചിരിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ഭഗവാന് സമർപ്പിക്കുക. അത് ഇത്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അന്നേരം മനസ്സോടുകൂടി ഒന്ന് ചെയ്തു നോക്കൂ. കൃത്യമായിട്ട് ബാലകുമരൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാകും. ഈ സന്നിധി നിങ്ങൾ പിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല എന്നുള്ളതാണ് പ്രത്യേകത. അന്നേരം ബാലമുരുകൻ്റെ തുണ ഏവരിലും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. അത് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. ഓം വജ്രഭുവേ നമഃ.